അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. ഒരു അപകട മരണം. യാ അല്ലാഹ്. ആ പൊന്നു ചെറുപ്പക്കാരൻ 28 വർഷം പ്രായം മാത്രമുള്ള സാഹിദ് എന്ന് പറയുന്ന, ജായ് എന്ന് വിളിക്കുന്ന സാഹിദ് എന്ന ചെറുപ്പക്കാരൻ പറങ്കിപ്പെട്ട് മരണപ്പെട്ട വാർത്ത നമുക്ക് കേട്ടു. വളരെ ദുഃഖകരമായാണ്. നാളെ പെരുന്നാളാണ്. ഇന്നാണ് ഈ മരണ വാർത്ത കേൾക്കുന്നത്. അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നേ ഉള്ളൂ. 28 വർഷം പ്രായം എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണല്ലേ. ആ ചെറുപ്പക്കാരൻ വാർത്ത കേൾക്കുമ്പോൾ വലിയ പ്രയാസമായത് നാളെ പെരുന്നാളാണ്. നാളെ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തെന്നില്ലാത്തൊരു ആവേശമാണ്. ജുമാക്ക് വരെ നിസ്കരിക്കാൻ വരാത്തവർ നാളെ നിസ്കരിക്കാൻ വരും. വരുന്ന വരുത്തം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിവിൻ്റെ പരമാവധി മുത്തായ റസൂൽ പറഞ്ഞത് നടന്നുകൊണ്ട് വരിക എന്നാണ്. നമ്മുടെ സിയാദ് എന്ന ചെറുപ്പക്കാരൻ അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. 3 സഹോദരന്മാർ, 2 പെങ്ങന്മാർ, ആ ഉമ്മ. ഈ അടുത്താണ് ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. ഉപ്പയുടെ മരണവേദന തീർന്നതിൻ്റെ മുമ്പാണ് വീണ്ടും മകൻ്റെ മരണം. എങ്ങനെ സഹിക്കും ആ ഉമ്മ? അള്ളാഹുവിൻ്റെ വിധിയാണ്. നാം ക്ഷമിച്ചേ പറ്റൂ. വേറൊരു മാർഗമില്ല. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നാളത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ആഘോഷം വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കണം. നമ്മുടെ കാരണം കൊണ്ട് ഒരു അപകടം ഒരിടത്തും ഉണ്ടാകരുത്. നമ്മുടെ ജീവനെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പൊന്നുമക്കളൊക്കെ ഉണ്ട്. അവഗണനയോടുകൂടി ഒരിക്കലും നമ്മുടെ യാത്രകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ചെറിയ ഒരു അപകടം കൊണ്ട് സംഭവിക്കുന്നത് ഒരു കുടുംബം മരണം വരെ കണ്ണീരിലാവുകയാണ്. പ്രത്യേകിച്ച് നാളത്തെ പെരുന്നാൾ ദിവസം വളരെ സന്തോഷത്തോടു കൂടി നാം പരിശുദ്ധമായ ദീൻ ഏത് രീതിയിൽ പറയുന്നു ആ രീതിയിലായിരിക്കും നമ്മുടെ പെരുന്നാൾ ആഘോഷമൊക്കെ. നോക്കൂ, നമ്മുടെ പൊന്നു ചെറുപ്പക്കാരൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സഖാഫി ഉസ്താദിൻ്റെ മരണ വാർത്തയും കേട്ടു. അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എത്ര മരണ വാർത്തകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ കേട്ടിട്ട് പോലും അവരുടെ വണ്ടിയുടെ സ്പീഡ് കുറയുന്നില്ല, വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. പലരും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചീറിപ്പാറി പോകുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം ആവേശമാണ്. നമ്മുടെ പൊന്നുമക്കൾക്ക്, ചെറിയ മക്കളൊക്കെ മദ്രസയിൽ വരുന്ന പൊന്നുമക്കൾക്കൊക്കെ ടൂ വീലർ കൊടുത്തുകൊണ്ട് അവരെ മദ്രസയിൽ അയക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. പെട്ടെന്ന് ആ മക്കൾ വന്ന് എന്തെങ്കിലും സംഭവിച്ചെന്ന് കണ്ടാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ കണ്ണീരോ, പിന്നെ അതിൻ്റെ ഈ അടുത്തൊരു ചെറുപ്പക്കാരനുള്ള ചെറിയ ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടു പോയത്. ലൈസൻസ് ഒന്നുമില്ല. ആ കുടുംബം ഇന്നും എനിക്ക് പരിചയമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൽപ്പെട്ടൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൻ്റെ ബൈക്ക് കൊണ്ടുപോയിട്ടാണ് ആ കുട്ടി മരണപ്പെടുന്നത്. നമ്മുടെ ഒരു ചെറിയ കുടുംബവുമാകുന്നുണ്ട്. അങ്ങനെ എത്ര മരണങ്ങളാണ്. അള്ളാഹു കാക്കട്ടെ. നാളെ പെരുന്നാളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ്. കാരണം പെരുന്നാളിനൊരു ആഘോഷമെന്ന് പറയുന്നത് അവർക്ക് തോന്നിയതുപോലെ അങ്ങനെ ഒരിക്കലും ആകരുത്. പരിശുദ്ധമായ ദീനിൽ അള്ളാഹു എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിക്കാവുന്നത്? നാളത്തെ പെരുന്നാൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാളിന് എഴുന്നേറ്റ് പെരുന്നാളിൻ്റെ നെയ്യത്ത് വെച്ച് നന്നായി കുളിച്ച് നമുക്ക് നീക്കപ്പെടേണ്ട രോമങ്ങളൊക്കെ നീക്കപ്പെടേണ്ടതുണ്ട്. അത് ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് നീക്കിയിട്ടുണ്ടാകും. അല്ലാത്തവർ അത് നീക്കപ്പെടണം. അതൊക്കെ നീക്കി സുഗന്ധമൊക്കെ പൂശി നല്ല വസ്ത്രം, നല്ല വിലപിടിപ്പുള്ള വസ്ത്രം, വെള്ള വസ്ത്രമാണെങ്കിൽ നല്ലതാണ്. വെള്ള വസ്ത്രമുണ്ട്, അതോടൊപ്പം വിലപിടിപ്പുള്ള മറ്റൊരു വസ്ത്രമുണ്ടെങ്കിൽ വിലപിടിപ്പുള്ള നല്ല വസ്ത്രം ധരിക്കലാണ് ഏറ്റവും നല്ലത്. അത് ധരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പള്ളിയിലേക്ക് വരിക. ദീർഘമായ വഴിയിലൂടെ വരിക, ചുരുങ്ങിയ വഴിയിലൂടെ തിരിഞ്ഞ് മടങ്ങി പോവുക. രണ്ട് വഴി സ്വീകരിക്കുക. ഇതൊക്കെ നല്ലതാണ്. ഇങ്ങനെ സ്വീകരിക്കുന്നത് നാളെ പരലോകത്ത് ഇതൊക്കെ നമുക്ക് സാക്ഷി നിൽക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം കിട്ടണം. ഒരിക്കലും തൗബാക്ക് പോലും അവസരമില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ മരണമായാൽ തീർച്ചയായും ഇത് വലിയ സങ്കടമുണ്ടാക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സിയാദ് എന്ന ചെറുപ്പക്കാരൻ അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. നാളെ നമ്മുടെ പെരുന്നാൾ കണ്ണീരിലായി എന്നുള്ള വാർത്ത ഒരിക്കലും ഒരിടത്തുനിന്ന് കേൾക്കാതിരിക്കട്ടെ. അള്ളാഹു എങ്ങനെയാണ് മനുഷ്യന് വെച്ചെന്നറിയില്ല. അടുത്ത സെക്കൻഡുകളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുണ്ടോ ഒന്നും മനുഷ്യനിക്കറിയില്ല. സന്തോഷത്തിൽ കഴിയുമ്പോഴേക്കാണ് ആ വീട്ടുകാരുടെ സന്തോഷത്തിൽ റാഹത്തിനിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മകൻ്റെ വാർത്ത ആ വീട്ടിലേക്ക് കേൾക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഓർത്ത് നോക്ക്. സന്തോഷത്തിന് മാതാപിതാക്കൾ ഇങ്ങനെ രസിച്ചുകൊണ്ട് നാളെ പെരുന്നാളിരിക്കുകയാണ്, സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മകൻ്റെ മരണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണം.
ഇങ്ങനെയുള്ള വാർത്തയാണ് ആ കുടുംബത്തിന് കേൾക്കുമ്പോൾ ഒറ്റ നിമിഷത്തിൽ എല്ലാം അവിടെ തകർന്നു പോയില്ലേ? സന്തോഷം തകർന്നു പോയില്ലേ? ആ പെരുന്നാളന്ന് കണ്ണീരിലായില്ലേ? ആ കുടുംബം പിന്നെ എങ്ങനെയാണിത്? ആ ദിവസം മാത്രമാണോ? മരണം വരെ ആ കുടുംബത്തിന് അത് മതി. മരണം വരെ പിന്നെ ആ കുടുംബത്തിന് അത് മതി. എവിടെ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എന്തെങ്കിലും കാണുമ്പോഴൊക്കെയും ഓർമ്മ വരുന്നത് തൻ്റെ പൊന്നുമകനാണ്. ആരെങ്കിലും ചെറുപ്പക്കാരെ കാണുമ്പോൾ ആ ഉമ്മാക്ക് വരുന്നത് പൊന്നുമകൻ്റെ ഓർമ്മയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ചെറുപ്പക്കാരൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഓർമ്മ വരുന്ന ഉമ്മയുടെ മകനാണ്. നമുക്കൊന്നും ഇതറിയുന്നില്ല. ആ ഉമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുകയാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി വന്നു പോകരുത്. ഇന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ചെറുപ്പക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട റഹീം എന്ന നമ്മുടെ വധിക്കപ്പെട്ട റഹീം, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. എത്ര ചെറുപ്പക്കാരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചില ആളുകൾ അശ്രദ്ധ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടാകുന്നത്. ചില ആളുകളുടെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവരുടെ മരണപ്പെട്ടതിൻ്റെ ശേഷം അവരുടെ CCTVകൾ അത് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവർ സഞ്ചരിച്ച ആ ഒരു സ്പീഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഞെട്ടിപ്പോകും. അത്രയ്ക്കും പെട്ടെന്നുള്ള ആ സ്പീഡോട് കൂടി വണ്ടി ഓടിക്കുകയാണ്. പിന്നെ പെരുന്നാളൊക്കെ വരുമ്പോൾ ബൈക്ക് റേസ് കൊടുക്കലും, അവരുടെ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? അല്ലേ? ആരെ കാണിക്കാൻ വേണ്ടി നിങ്ങളിത് ചെയ്യും? ആ പെട്ടെന്ന് മരണം വാർത്ത കേട്ട് ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത്? അവർ നിങ്ങളെ കൂടെ വരുമോ? അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് നന്നായി പുകഴ്ത്തി പറയുന്നവരുണ്ട്. അവൻ ഭയങ്കര സംഭവമാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. അപകടം സംഭവിച്ചാൽ 24 മണിക്കൂറിൻ്റെ മുമ്പായി നിന്നെ ഖബറിലേക്ക് എത്തിക്കപ്പെടും. അതിൻ്റെ ശേഷം നിന്നെ നല്ലത് പറഞ്ഞവർ, നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞവരൊക്കെ ആരും ഉണ്ടാവില്ല. ഖബറിൽ നീ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നും മരണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. മരണം പെട്ടെന്നുള്ള മരണം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ എത്ര മരണങ്ങൾ നാം കണ്ടു. എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയെത്ര ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ ഉറ്റവർ ഉടയവർ അല്ലേ, അവരുടെ മരണ വാർത്ത കണ്ടെന്ന് മാത്രമേ നമ്മുടെ കൺമുമ്പിൽ കണ്ടപ്പോൾ പോലും നമുക്കൊരു കുലുക്കലില്ല എന്ന് പറയുമ്പോൾ, എത്ര ഖബറിൽ കൊണ്ടുപോയി മയ്യത്തിന് കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു സാഹചര്യ സന്ദർഭത്തിലും പോലും ചില ആളുകൾ ആ ഖബറിൻ്റെ മുമ്പിൽ പോലും ചിരിക്കളി തമാശകൾ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ, മയ്യത്തിൻ്റെ വീട്ടിൽ പോയി തമാശകൾ മയ്യത്തിൻ്റെ വീട്ടിൽ പോയി വിഷയങ്ങൾ എന്താ? ഇയാളൊക്കെ, ഈ ചെറുപ്പക്കാരനെ മക്കൾക്ക് എന്താ അവസ്ഥ? ആ മക്കളുടെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഇനി അവരുടെ ജീവിതമാർഗം എന്താണ്? ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് അവിടെ തർക്കം. ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഖബറിൽ പോയി എങ്ങനെയായിരിക്കും, ഇനി ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരാൾക്കും ഒരു ചിന്തയുമില്ല. നാം ഒറ്റ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട നാം ഒറ്റപ്പെടും, പിന്നെയല്ലേ നമുക്ക് വേണ്ടത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അസിയാദ് എന്ന ചെറുപ്പക്കാരൻ അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. അമിത് മരണപ്പെട്ടു പോയി എല്ലാവർക്കും അള്ളാഹു പൊരുത്ത് കൊടുക്കട്ടെ. ഇന്ന് പരിശുദ്ധമായ, പ്രത്യേകിച്ച് അറഫയുടെ ദിവസമാണ്. അറഫ അതോടുകൂടി ജുമ ഒരുമിച്ച് വന്ന ദിവസമാണ്. അള്ളാഹു ഈ ദിവസം വലിയ വാക്കുജാപത്തുള്ള ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അവൻ്റെ പരലോകം ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എല്ലാവിധ അപകടങ്ങൾ തൊട്ട് നമ്മെ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാം മുറാദ് അള്ളാഹു ഹസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.